ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് ഇതെങ്ങോട്ടേക്കാ പോകുന്നതെന്നൊക്കെ. അപ്പൊ ഇതൊരു നന്ദി ഹിൽസിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്. നന്ദി ഹിൽസിലേക്ക് ഈ ക്ലൈമാറ്റിൽ എന്തായാലും എല്ലാവരും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. എന്താന്ന് വെച്ചാൽ ഇവിടെ ബാംഗ്ലൂരിൽ ഡിസംബർ ഒക്കെ ആയിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു 7 മണി ആവുമ്പോഴൊക്കെയാണ് അങ്ങോട്ടൊക്കെ പോണത്. അപ്പൊ ഇവിടെ മോസ്റ്റ്ലി ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യൽ എന്തിനാന്ന് വെച്ചാല് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ അവസ്ഥ ക്ലൈമാറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇവിടുന്ന് സണ്ണൊക്കെ കാണും എന്നുള്ളത്? എനിക്ക് പിന്നെ തീരെ പ്രതീക്ഷയില്ല. എന്താന്ന് വെച്ചാല് ഈ സമയത്ത് വന്നിട്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും ഒരു 9 മണിയൊക്കെ ആയിരുന്നു. എന്നിട്ട് ആ സമയത്ത് തന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടില്ല, നല്ല മഞ്ഞൊക്കെ ആയിരുന്നു, ഒന്നും കാണുന്നില്ല, കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ അങ്ങ് നടന്ന് ഇവിടുത്തെ മെയിൻ ആയിട്ട് ട്രഡീഷണൽ ആൾക്കാർ ബിലീവ് ചെയ്യൽ എന്താന്ന് വെച്ചാൽ ഇവിടുന്നാണ് ഒരു 4-5 റിവറൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറയും. അപ്പോൾ ഈ സ്ഥലത്തിന് നന്ദി ഹിൽസ് എന്ന് പേരെന്തിനാന്ന് വെച്ചാൽ നന്ദി എന്നുള്ളത് ആ ടൗണിന്റെ പേരാണ്. അപ്പൊ നന്ദി ഹിൽസ് ആയ കാരണം അതിനെന്ത് നന്ദി ഹിൽസ് എന്ന് പേര് വെച്ചു. പക്ഷെ ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കുറേ അങ്ങ് നടക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര നടന്ന് നമുക്കങ്ങ് എത്താം. എൻ്റെ ഉമ്മ കുറേ ആയി കൊണ്ടുപോകണമെന്ന് പറയണം. ഉമ്മാനെ ഏറ്റിട്ട് ഒരു പ്രാവശ്യം പോകണമെന്നൊക്കെ ഉണ്ട്. ഉമ്മാനോ എന്തിനാ ഉമ്മ പോണ്ടതെന്ന് വെച്ചപ്പോ ഉമ്മ പറഞ്ഞു അവിടുന്ന് കുറച്ച് ചെടികളൊക്കെ പറിച്ചിട്ട് വരാണെന്ന്. ഉമ്മക്ക് ചെടിന്റെ പിരാന്തുണ്ട്. അങ്ങനെ ഞങ്ങൾ കേറി മുകളിലേക്ക് എത്തി. അപ്പൊ ഇവിടുന്ന് ഞാനൊന്ന് നടന്നൊക്കെ നോക്കിയതാണ്. അപ്പൊ ഞാനൊന്ന് വീഴാനൊക്കെ പോയി, പക്ഷെ വീണില്ല കേട്ടോ. മഞ്ഞായ കാരണം നല്ല സ്ലിപ്പാവുന്നുണ്ടായി എല്ലായിടത്തും. അങ്ങനെ അവിടൊക്കെ കുറച്ച് നേരം നടന്ന് കറങ്ങിയൊക്കെ ചെയ്ത് അവിടുന്ന് നേരെ ഞങ്ങള് ഇങ്ങോട്ടേക്ക് വിട്ടു. ഇവിടെ മുകളിലേക്ക് കയറി പോകുമ്പോ തന്നെ ആദ്യം തന്നെ ടെമ്പിൾ ഉണ്ട്. അപ്പൊ ഇവിടെ എന്തിനാന്ന് വരലെന്ന് വെച്ചാല് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. സൺറൈസ് കാണുന്ന ഒരു പോയിന്റ് ആണ്. ഇവിടെ നിന്നിട്ട് എല്ലാവരും സൺറൈസ് കാണാം. പക്ഷെ ഇപ്പൊ വന്നിട്ട് ഒരു കാര്യമില്ല. എന്താന്ന് വെച്ചാൽ സണ്ണന്നെ കാണുന്നില്ല, എന്നിട്ടല്ലേ സൺറൈസ് കാണാൻ. അവിടുന്ന് വീണ്ടും ഇതാ ഞാൻ പോയിക്കൊണ്ടുണ്ട്. പിന്നെ ഒരു ഷാറുഖ് ഖാന്റെ പോസൊക്കെ കൊടുക്കാൻ നോക്കി, അതൊക്കെ കൊളായി. അങ്ങനെ അവിടുന്ന് വീണ്ടും നടന്ന് അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ അവിടെ എല്ലാവരും പൂജയൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അവിടുന്ന് വീണ്ടും നടന്ന് ഒരു ചെറിയ ഗുഹനെ പോലത്തെ ഒരു സ്ഥലത്തൊക്കെ എത്തി. അപ്പൊ മര്യാദക്ക് അപ്പുറത്തുനിന്ന് സ്റ്റെപ്പൊക്കെ ഉണ്ട് കയറി പോവാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനാണ്ട് കയറിപ്പോയ കാരണം കൊളായതാണ്. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ പോയാലും എല്ലാവരും കല്ലിമ്മലും മരമ്മലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മേലെ ഒക്കെ അങ്ങ് എഴുതിയിട്ടുണ്ടാവും. എ ലവ് ബി, ബി ലവ് സി, എക്സ് ലവ് വൈ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അവരൊക്കെ ലവ് ചെയ്യുന്നത് അവർക്ക് അറിഞ്ഞാൽ പോരെ, ഇത് എന്തിനാ എഴുതിയിടണമെന്ന് അറിയില്ല. അങ്ങനെ നമ്മുടെ ചങ്ങായിനൊക്കെ കണ്ട് ബിസ്ക്കറ്റ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ ഇരുന്നൊരു പോസൊക്കെ കൊടുത്ത് അവിടുന്ന് വീണ്ടും കുറേ അങ്ങ് നടന്നൊക്കെ കഴിഞ്ഞപ്പോത്തിനും സത്യം പറഞ്ഞാല് ടയേർഡായിട്ടോ. അങ്ങനെ ഇവിടെ ഇപ്പൊ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. പണി നടക്കുന്നുണ്ട്. ഇനി അടുത്ത തവണക്ക് വന്നാലൊന്ന് സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ നടന്നു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോത്തിനും ഒരു 12 മണിയൊക്കെ ആയിരുന്നു. അപ്പോത്തിനും കുറച്ച് ഫോഗൊക്കെ അവിടുന്ന് പോയിട്ട് കണ്ണൊക്കെ കാണുന്നുണ്ടായിരുന്നു മനുഷ്യന്മാർക്ക്. അങ്ങനെ ഞങ്ങള് അവിടുന്ന് ഹിൽസൊക്കെ കണ്ട് കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ നല്ല വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പോണ വഴിക്കിതാ അരിന്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഫുള്ള് ഫാർമേഴ്സിന്റെ ഏരിയ ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളൊരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് നേരെ സേവരിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രം. ഞാൻ അടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഈ വീഡിയോന്റെ ലാസ്റ്റിൽ ഞാൻ അങ്ങ് വെച്ചിട്ടുണ്ട്. എല്ലാവരും എന്തായാലും കണ്ടോളി. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ മറന്നുപോയി. 6 o'clock ആണ് ഓപ്പണിംഗ് എന്നൊക്കെ പറയും. പക്ഷെ 6 o'clock ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. 6 o'clock ഒന്നും അവർ ഓപ്പൺ ആക്കൂല. എന്തായാലും ഒരു 7 മണിക്ക് ശേഷമൊക്കെ മുകളിലേക്ക് വിടുള്ളൂ. തണുപ്പായ കാരണം എന്താന്ന് വെച്ചാൽ ആക്സിഡന്റ് ഒക്കെ കുറെ ആവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് പോണവരാണെങ്കിൽ ഒരു 70 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന് അങ്ങോട്ടേക്ക്. എന്തായാലും മസ്റ്റായി വിസിറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. See you.